LDC LPUP കലാശക്കൊട്ട് എന്ന നമ്മുടെ സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിലും നമ്മൾ നോക്കുന്നത് 2024 PSC ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി 10/2/2024 ഈ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അതായത് 10/2/2024 വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി PSC നടത്തിയ ചോദ്യപേപ്പറിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് അനിത റെയർലി ആൻസേഴ്സ് എന്താണ് ഇവിടെ നമുക്ക് ആൻസേഴ്സ് എന്ന് പറയുന്ന വെർബ് തന്നിട്ടുണ്ട്, ഒപ്പം റെയർലി എന്ന് പറയുന്ന വേർഡും തന്നിട്ടുണ്ട്. ഈ റെയർലി എന്ന് പറയുമ്പോൾ എന്താണ് നെഗറ്റീവാണ്. സോ നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? എയും സിയുമാണ്. ഇത് രണ്ടും നെഗറ്റീവാണ്, ഇത് നമുക്ക് വേണ്ട. ഡസ് ഷീ ആണോ ഡിഡ് ഷീ ആണോ? ഇവിടെ നോക്കാം, ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ എസ്സിൽ അവസാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വെർബിന്റെ ശേഷം എസ് എന്ന് അവസാനിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഡസ് ഉണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ആൻസർ എന്ന് പറയുന്ന വെർബിനോട് കൂടി ഡസ് ചേർത്താണ് ആൻസേഴ്സ് എന്നായത്. അവിടുത്തെ സഹായക്രിയ ഏതാണ്? ഡസ് ആണ്. ഓക്കെ, ഡസ് വരണം. പിന്നെ അനിതയുടെ എന്താണ് പ്രൊനൗൺ എന്താണ്? ഷീ. അങ്ങനെ നമ്മുടെ കറക്റ്റ് ആൻസർ ഈ പറയുന്ന എ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇഫ് ഐ ഡാഷ് ദ പ്രൊജക്ട് ഹെഡ് ഐ കുഡ് ഹാവ് മെയ്ഡ് യു ആസ് മൈ സെക്രട്ടറി. അപ്പൊ ഇതെന്ന് പറയുക ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇവിടെ ഒക്കെ കുഡ് ഹാവ് മെയ്ഡ് എന്ന് തന്നിട്ടുണ്ട്. അതായത് കുഡ് ഹാവ് പ്ലസ് V3, വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ് പ്ലസ് V3, അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 എന്ന രീതി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഫ് ക്ലോസ് എന്തായിരിക്കണം? ഏത് ടെൻസിന്റെ ഇഫ് ക്ലോസ് ആയിരിക്കണം? പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഇഫ് ക്ലോസ് ആയിരിക്കണം അല്ലെ? ഇവിടെ നോക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് നമുക്ക് വരേണ്ടത്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഹാഡ് പ്ലസ് V3, ഹാഡ് പ്ലസ് V3 ആണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഹാഡ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഹാഡ് ഉണ്ട്, പക്ഷെ അതിനുശേഷം ബീനാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു സംശയം, ബീൻ എന്ന് പറയുന്നത് V3 ആണോ? ബീൻ V3 ആണ്. എന്തിന്റെ V3 ആ? ബി എന്ന് പറയുന്ന വെർബിന്റെ ബി ആകുക എന്നർത്ഥം വരുന്ന ബിയുടെ V3 ഫോം ആണ് ബി. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഹാഡ് ബീൻ. ഇതാണ് ഹാഡ് ബീൻ. അടുത്ത ചോദ്യം, നെവർ ഡാഷ് ഹേർഡ് സച്ച് എ സ്റ്റോറി. ഇതാണ് ചോദ്യം. ഇത് വരുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? നെവർ എന്ന് പറയുന്ന നെഗറ്റീവ് വേർഡിലാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സെന്റൻസ് ഒരു നെഗറ്റീവ് വേർഡിൽ തുടങ്ങുകയാണെങ്കിൽ പിന്നീട് വരേണ്ട ഭാഗം എങ്ങനെയായിരിക്കണം? ഇൻറ്ററോഗേറ്റീവ് സ്റ്റൈലിലായിരിക്കണം. ഒരിക്കലും സ്റ്റേറ്റ്മെന്റ് സ്റ്റൈലിൽ വരാൻ പാടില്ല. നമ്മൾ എങ്ങനെ ആയിരിക്കും എഴുതേണ്ടത്? ഇൻട്രോഗേറ്റീവ് സ്റ്റൈൽ. ഇൻട്രോഗേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് വരണം? ഓക്സിലറി വെർബ് വരണം. അതിനുശേഷമേ സബ്ജക്റ്റ് വരാവൂ. ഇവിടെ തന്നിരിക്കുന്നത് ഐ ഹാവ് എന്ന് പറയുമ്പോൾ ആദ്യം സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, പിന്നീടാണ് സഹായക്രിയ വന്നിരിക്കുന്നത്. അത് തെറ്റാണ്. ഇവിടെ നോക്കുമ്പോൾ സബ്ജക്റ്റ് ഇല്ല. ഹാവ് ബീൻ എന്ന് പറഞ്ഞ ഒറ്റ സഹായക്രിയ മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും ഐ സബ്ജക്റ്റ് പിന്നെ ഹാഡ് എന്ന് പറയുന്ന സഹായക്രിയ വന്നിരിക്കുന്നു. അപ്പം അങ്ങനെ വരാൻ പാടില്ല, കാരണം ഇത് സ്റ്റേറ്റ്മെന്റ് ഫോമാണ്. അതായത് നമ്മൾ സിയിൽ നോക്കുമ്പോൾ ഹാവ് വന്നിട്ടുണ്ട്, അതായത് സഹായക്രിയ വന്നിട്ടുണ്ട്, അതിനുശേഷം സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഹാവ് ഐ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, ഈ നെവറിന് പകരം ഏത് നെഗറ്റീവ് വേർഡും വരാം. നോ സൂണർ ദാൻ എന്ന് പറയുമ്പോൾ അവിടെയും നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. സ്കേഴ്സ്ലി എന്ന് തുടങ്ങുകയാണെങ്കിലോ, നെവർ എന്ന് തുടങ്ങുകയാണെങ്കിലോ, നൺ എന്ന് തുടങ്ങുകയാണെങ്കിലോ, നോർ എന്ന് തുടങ്ങുകയാണെങ്കിലോ, അങ്ങനെയുള്ള നെഗറ്റീവ് വേർഡ്സ്, റെയർലി എന്ന് പറഞ്ഞു തുടങ്ങിയോ അല്ലെ, അങ്ങനെയൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനുശേഷം നമ്മൾ എഴുതേണ്ട ആശയം, ആ ആശയം പറയുന്ന സമയത്ത് അവിടെ ഒരു സഹായക്രിയ ഉണ്ടാവുമല്ലോ. ആ സഹായക്രിയ ആയിരിക്കും നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് എഴുതും. അപ്പം നെവർ ഹാവ് ഐ ഹേർഡ് സച്ച് എ സ്റ്റോറി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, നിഹാരിക ക്യാൻ സോൾവ് ദ ക്രൈസിസ് ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. അപ്പോൾ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ്. ഇത് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ചോദ്യമാണ്. കാരണം ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസോ അല്ലെങ്കിൽ ഒരു ഇമ്പറേറ്റീവ് സെന്റൻസോ അല്ല, പകരം ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന അപ്പോൾ എന്തായിരിക്കും?
ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസ് എന്തിലായിരിക്കും തുടങ്ങുന്നത്? സബ്ജക്റ്റിലായിരിക്കും തുടങ്ങുന്നത്. അപ്പൊ നിഹാരിക എന്ന് പറയുന്ന ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്. ക്യാൻ സോൾവ് എന്ന് പറഞ്ഞിടത്ത് വെർബാണ്. ക്രൈസിസ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിനായിരിക്കണം പാസീവ് വോയിസിൽ പ്രാധാന്യം കൊടുക്കണം. അപ്പൊ ദ ക്രൈസിസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എല്ലാം ദ ക്രൈസിസ് എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പാസീവ് വോയിസ് താഴെ വന്നിരിക്കുന്ന സെന്റൻസ്, ആ സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആദ്യം ഒബ്ജക്റ്റ് വരണം, പിന്നെ ബി ഫോംസ് വരണം, ബിയുടെ രൂപങ്ങൾ വരണം, ബിയുടെ ഫോംസ്, ബി ഫോംസ് വരണം, ദെൻ അതിനുശേഷം V3 ഫോം, പിന്നെ ബൈ പ്ലസ് സബ്ജക്റ്റ്. അപ്പോൾ നമുക്കിനി ബി ഫോം എഴുതേണ്ടത്. പക്ഷേ നമ്മൾ നോക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു മോഡൽ ആക്സറി ഉണ്ട്, ഏതാ? ക്യാൻ എന്ന് പറയുന്ന സംഭവം. അങ്ങനെ അത്തരത്തിൽ ഒരു മോഡൽ ആക്സറി വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒബ്ജക്റ്റിന് ശേഷം നമ്മൾ ഈ പറയുന്ന മോഡൽ ആക്സറി എഴുതണം. അപ്പോൾ ഇവിടെ ക്യാൻ ആണ് മോഡൽ ആക്സറി. അപ്പോൾ ദ ക്രൈസിസിന് ശേഷം നമ്മൾ ക്യാൻ എഴുതണം, എന്നിട്ട് വേണം ബിയുടെ രൂപം എഴുതാൻ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ മോഡൽ ആക്സറി എഴുതി കഴിഞ്ഞാൽ ഏത് വെർബാണ് നമ്മൾ എഴുതാൻ പോകുന്നത്, ആ വെർബിന്റെ യഥാർത്ഥ രൂപം തന്നെ ആയിരിക്കും നമ്മൾ എഴുതേണ്ടത്. മനസ്സിലായില്ലേ? അതായത് മോഡൽ ആക്സറിക്ക് ശേഷം നമ്മൾ എപ്പോഴും ഏത് വെർബാണോ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏത് വെർബിന്റെ ഫോമാണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത്, ആ വെർബിന്റെ റൂട്ട് ഫോം തന്നെ, ബേസ് ഫോം തന്നെ ആയിരിക്കും നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ബിയുടെ രൂപങ്ങളല്ല എഴുതേണ്ടത്, ഇനി ബി തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ക്യാൻ ബി എന്ന് വരും. ഇനി അതിനൊരു എളുപ്പ വഴിയുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസ്, ആ ആക്റ്റീവ് വോയിസ് ഇത്തരത്തിൽ മോഡൽ ആക്സറിസ് വരുന്ന സമയത്ത് നമ്മുടെ പാസീവ് വോയിസിൽ എന്നെ എന്താക്കി മാറ്റണം? ക്യാൻ ബി, ഒരു ബി അഡീഷണൽ ആയിട്ട് എഴുതി ചേർത്താൽ മതി. ഇവിടെ ക്യാൻ ആണെങ്കിൽ ക്യാൻ ബി, അതുപോലെ വില്ലാണെങ്കിൽ വിൽ, അതുപോലെ ഷാൾ ആണെങ്കിൽ ഷാൾ ബി. ഓക്കെ, വുഡ് ആണെങ്കിൽ വുഡ് ബി. ഓക്കെ, കുഡ് ആണെങ്കിൽ കുഡ് ബി എന്ന രീതിയിലേക്ക് മാറ്റണം. ഇവിടെ ക്യാൻ വന്ന സ്ഥിതിക്ക് അത് ക്യാൻ ബി എന്നാവണം. എന്നിട്ട് അതിനുശേഷം എന്ത് വേണം? V3 ഫോം. അപ്പം സോൾവ് എന്ന് പറയുന്ന വെർബിന്റെ V3 ഫോം ഏതാണ്? സോൾവ്ഡ്. അപ്പം ദ ക്രൈസിസ് ക്യാൻ ബി സോൾവ്ഡ്. അങ്ങനെ വന്നിരിക്കുന്നല്ലോ ഉണ്ടോ? നോക്കുമ്പോൾ ദ ക്രൈസിസ് ക്യാൻ ബി സോൾവ്ഡ്. ഇവിടെ ദ ക്രൈസിസ് ക്യാൻ സോൾവ് എന്നിവിടെ ബി വിട്ടുപോയി. ഇവിടെ ഈ സോൾവ് എന്ന് വന്നിട്ടുണ്ട്, അത് തെറ്റാണ്. ഇവിടെ ബീൻ സോൾവ്, അത് തെറ്റാണ്. ഇത്ര ആയപ്പോൾ തന്നെ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി. എ എന്ന് പറയുന്ന ഓപ്ഷൻ, ദ ക്രൈസിസ് ക്യാൻ ബി സോൾവ്, പിന്നെ ബൈ പ്ലസ് സബ്ജക്റ്റ്, ബൈ നിഹാരിക. അങ്ങനെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ദ ക്രൈസിസ് ക്യാൻ ബി സോൾവ്ഡ് ബൈ നിഹാരിക എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എവരി വൺ ഓഫ് ദ പ്ലേയേഴ്സ് ഡാഷ് ഇൻവൈറ്റഡ് ഫോർ ദ പാർട്ടി. ഇതെന്ന് പറഞ്ഞ കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ നോക്കുമ്പോൾ എവരി വൺ ഓഫ് ദ പ്ലേയേഴ്സ് എന്ന് പറയുന്ന ഇവിടുത്തെ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താ? ഒരു സിംഗിൾ വേർഡ് അല്ല, പകരം ഒരു ഫ്രേസ് ആയിട്ട് നിൽക്കുകയാണ്. ഇത്തരത്തിലൊരു ഫ്രേസ് ആയിട്ടൊരു സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തിനെ ആയിരിക്കണം നമ്മൾ ആശ്രയിക്കേണ്ടത്? ഇവിടെ ദ പ്ലേയേഴ്സിനെ ആശ്രയിക്കണോ അതോ എവരി വണ്ണിനെ ആശ്രയിക്കണോ? ഓക്കെ, എവരി വൺ ഓഫ് ദ പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ ദ പ്ലേയേഴ്സിനെയാണോ ആശ്രയിക്കേണ്ടതോ എവരി വണ്ണിനെയാണോ ആശ്രയിക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എളുപ്പ മാർഗമുണ്ട്. പൊതുവെ ഇത്തരത്തിൽ ഒരു ഫ്രേസ് ആയിട്ടൊരു സബ്ജക്റ്റ് വരുന്ന സമയത്ത് അവിടെ ഒരു പ്രിപ്പോസിഷൻ ഉണ്ടാകും. ഓക്കെ, ഇവിടെ നോക്കാം, ഇവിടെ ഒരു പ്രിപ്പോസിഷൻ ഉണ്ട്, ഏതാ? ഓഫ്. ചിലപ്പോൾ വിത്ത് ആയിരിക്കാം, ചിലപ്പോൾ എന്താണ് ബൈ ആയിരിക്കാം, അങ്ങനെ എന്തും വരാം, ഏതെങ്കിലും ഒരു പ്രിപ്പോസിഷൻ വരാം. അങ്ങനെ ഒരു പ്രിപ്പോസിഷൻ വരുമ്പോൾ പൊതുവെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ആ പ്രിപ്പോസിഷന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന വേർഡ് ഏത്, അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് നമ്മൾ കണക്കാക്കണം. ആണ് മെയിൻ സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ ഓഫ് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ട്. ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ അതിന് മുമ്പ് വന്നിരിക്കുന്ന എവരി വൺ ആണ്. എവരി വൺ നമ്മൾ എപ്പോഴും എന്തായിട്ടേ കണക്കാക്കത്തുള്ളൂ? സിംഗുലർ ആയിട്ടേ കണക്കാക്കത്തുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ സിംഗുലർ ആയിട്ടുള്ള എന്താണ് സഹായക്രിയയാണ് വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സിംഗുലർ ആയിട്ടുള്ളത് ഏതൊക്കെയാ? ഹാസുമുണ്ട്, വാസും. അതിന് ഹാസ് വരുമോ വാസ് വരും? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിൽ ഹാവിന്റെ ഫോംസും ബിയുടെ ഫോംസും നമുക്ക് ഇത്തരത്തിൽ കൺഫ്യൂസ് നമ്മൾ ചെയ്യിപ്പിക്കാം നമ്മളെ. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് തന്നിരിക്കുന്ന ഈ സെന്റൻസ് ഏത് വോയിസ് ആണ് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ നമ്മൾ ഹാസ് ആയിരിക്കണം എഴുതുക. എന്നാൽ നമ്മൾ തന്നിരിക്കുന്ന സെന്റൻസ് പാസീവ് വോയിസ് ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? വാസ് ആയിരിക്കണം എഴുതേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിന്റെ പ്രത്യേകത എന്താ? ഈ സെന്റൻസ് പാസീവ് വോയിസ് ആണ്. ഇത് പാസീവ് വോയിസ് ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഇതിന്റെ അർത്ഥം വായിച്ചു നോക്കണം. അർത്ഥം വായിച്ചു നോക്കിയാൽ ഇത് പാസീവ് വോയിസ് ആണോ ആക്റ്റീവ് വോയിസ് ആണോ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ആ പ്ലെയറിലെ അല്ലെങ്കിൽ പ്ലേയേഴ്സിലെ എല്ലാവരെയും പാർട്ടിക്ക് വേണ്ടി ഇൻവൈറ്റ് ചെയ്തു എന്നർത്ഥമില്ല.
അപ്പൊ ഇവിടെ എല്ലാവരും എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒബ്ജക്റ്റാണ്. നമ്മൾ ആദ്യം സബ്ജക്റ്റ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് അല്ലേ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കുമ്പോൾ ഇതെന്താണ്? ഇത്രയും ഭാഗം ഒബ്ജക്റ്റാണ്. അത് പൂർണ്ണമായി വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തുടക്കത്തിൽ നമ്മൾ സബ്ജക്റ്റ് എന്നൊക്കെ പരിഗണിക്കും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇവിടെ ഒബ്ജക്റ്റും വരാം. സബ്ജക്റ്റും ഒബ്ജക്റ്റിലായിരിക്കും ഒരു സെന്റൻസ് തുടങ്ങുക. ഒബ്ജക്റ്റിൽ തുടങ്ങുന്നത് പാസീവ് വോയിസും സബ്ജക്റ്റിൽ തുടങ്ങുന്നത് ആക്റ്റീവ് വോയിസും ആയിരിക്കും. നമ്മൾ പൂർണ്ണമായി വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഇത് സബ്ജക്റ്റ് അല്ല, ഇവിടുത്തെ ഒബ്ജക്റ്റാണ്. സബ്ജക്റ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ നിയമം ബാധകമാണ്. എന്ത്? ഇത്തരത്തിൽ ഫ്രേസ് ആയിട്ട് വരുമ്പോൾ പ്രിപ്പോസിഷന് തൊട്ടും പോകാതിരിക്കുന്നതായിരിക്കും നമ്മൾ ആശ്രയിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇത് പാസീവ് വോയിസ് ആണ്. അങ്ങനെ പാസീവ് വോയിസ് ആണെങ്കിൽ അവിടെ എന്തേ വരാവൂ? വാസേ വരാവൂ. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ അപ്പൊ ഇനി അടുത്തത്, മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. വിച്ച് വേർഡ് ഈസ് മിസ്പെൽഡ്? ഇതിനകത്ത് ഏത് വേർഡാണ് മിസ്പെൽഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്? അത് സ്പെല്ലിംഗിൽ തെറ്റിച്ചു കൊടുത്തിരിക്കുന്നത് ഏതെന്നാണ് ചോദ്യം. ആർക്കിടൈപ്പ് ആണോ, സബ്ജുഗേഷൻ ആണോ, പ്രൊമസ്കസ് ആണോ, പ്രൊസ്ട്രേഷൻ ആണോ? ഇന്നത്തെ ഏതായിരിക്കും നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാക്കാണ് തെറ്റിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ വാക്ക് എവിടെയാണ് തെറ്റിരിക്കുന്നത്? ഈ ഇക്ക് പകരം ഐ ആയിരുന്നു വേണ്ടിയിരുന്നത്. ഐ ആണ് വേണ്ടി. ഓക്കെ, ഇനി എന്താണ് ആർക്കിടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബേസ് ഫോം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫോം, ആദ്യ രൂപം എന്നർത്ഥത്തിലാണ് ആർക്കിടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബ്ജുഗേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കീഴ്പ്പെടുത്തൽ എന്നാണ് അർത്ഥം. ഓക്കെ, കീഴ്പ്പെടുത്തൽ. ഇനി പ്രൊമിസ്കസ് എന്ന് ചേർത്ത് എന്തായിരിക്കും? ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് വരുന്ന ആൾക്കാർ നമ്മൾ പ്രൊമിസ്കസ് എന്ന് പറയുന്നത്. ഇനി പ്രൊസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വീക്ക് ഓർ ടയേർഡ് എന്നർത്ഥം. പ്രൊസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നു. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ സ്പെല്ലിംഗ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഇസി എന്ന് പറയുന്ന ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഹീസ് എ ബിഗ് ചീസ് ഡയന ടോൾഡ് മീ. ബിഗ് ചീസ് മീൻസ്, അപ്പൊ ഇതെന്ന് പറയുന്നത് ഇഡിയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇഡിയമാണ്. ഓക്കെ, ബിഗ് ചീസ് എന്ന് പറയുന്ന ഇഡിയം. അതിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻ എനർജറ്റിക് പേഴ്സൺ ആണോ, ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണോ, എ ക്ലവർ പേഴ്സൺ ആണോ, എ സില്ലി പേഴ്സൺ ആണോ? അത് ഏതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ? ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണ്. ബിഗ് ചീസിന്റെ അർത്ഥം എന്താണ്? ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ. അടുത്ത് നോക്കുക, ദ തീവ്സ് പ്ലാൻ ടു ഡാഷ് ദ ബാങ്ക് ഓഫ് പൂനെ. അതായത് ബാങ്ക് ഓഫ് പൂനെ കൊള്ളയടിക്കുവാൻ തീവ്സ് എന്ത് ചെയ്തു? കള്ളന്മാർ പ്ലാൻ ചെയ്തു എന്ന് അർത്ഥം ഉദ്ദേശിക്കുന്നു. അപ്പൊ ഇത് ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ കൊള്ളയടിക്കുക എന്നുള്ളതിന്റെ ഫ്രേസൽ വെർബ് ഇവിടെ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെറ്റ് അസൈഡ് ആണോ, ടേക്ക് ആഫ്റ്റർ ആണോ, മേക്ക് ഔട്ട് ആണോ, മേക്ക് അവേ വിത്ത് ആണോ? സെറ്റ് അസൈഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? പണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ ഭാവിയുടെ ഒരു പർപ്പസിന് വേണ്ടി, ഏതെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നതിന് നമ്മൾ സെറ്റ് അസൈഡ് എന്ന് ഉദ്ദേശിക്കുന്നു. മുൻകൂട്ടി നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പൈസയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മൾ മാറ്റി വെക്കുക, അത് നമ്മൾ സെറ്റ് അസൈഡ് എന്ന് പറയുന്നത്. ടേക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റിസംബിൾ എന്ന അർത്ഥത്തിൽ, റിസംബിൾ ചെയ്യുക അല്ലെങ്കിൽ സാദൃശ്യം തോന്നുക, അതാണ് ടേക്ക് ആഫ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അണ്ടർസ്റ്റാൻഡ് എന്ന അർത്ഥത്തില, മനസ്സിലാക്കുക എന്ന അർത്ഥത്തില. ഇത് മൂന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മേക്ക് അവേ വിത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായിരിക്കും മേക്ക് അവേ വിത്ത് എന്ന് പറയുമ്പോൾ? ഇത് തന്നെ, ഏതാ? കൊള്ളയടിക്കുക എന്നാണ് മേക്ക് അവേ വിത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഷീ ഈസ് സഫറിംഗ് ഫ്രം ടാനറ്റോഫോബിയ. ദ വേർഡ് ടാനറ്റോഫോബിയ മീൻസ്, എന്തായിരിക്കും ടാനറ്റോഫോബിയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? എന്തിനെ കുറിച്ചുള്ള പേടിയാണ് ടാനറ്റോഫോബിയ? എന്തായിരിക്കും? ഫിയർ ഓഫ് ഡെത്ത് ആണ്. ഫിയർ ഓഫ് ഡെത്ത്, അതാണ് ടാനറ്റോഫോബിയ എന്ന് പറയുന്നത്. എന്താണ് ഫിയർ ഓഫ് സ്നേക്സ്? എന്തായിരിക്കും? ഫിയർ ഓഫ് സ്നേക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒഫിഡിയോഫോബിയ. ഓക്കെ, ഒഫിഡിയോഫോബിയ ആണ് ഫിയർ ഓഫ് സ്നേക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിയർ ഓഫ് ഡാർക്ക്നെസ് എന്തായിരിക്കും? നൈക്റ്റോഫോബിയ ആണ് ഫിയർ ഓഫ് ഡാർക്ക്നെസ്. ഫിയർ ഓഫ് ഹൈറ്റ്സ് എന്തായിരിക്കും? അക്രോഫോബിയ. ഓക്കെ, അടുത്ത ചോദ്യം, ദ ആന്റണിം ഓഫ് ദ വേർഡ് കാളസ്. കാളസ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണിം എന്താണ് ചോദിച്ചിരിക്കുന്നത്?
ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കാലസ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് അപ്പം നമുക്കറിയണം. എന്തായിരിക്കും? സെൽഫിഷ് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? സെൽഫ്ലെസ്. ഇതാണ് കറക്റ്റ് ആൻസർ. സെൽഫ്ലെസ്. ഓക്കെ, ഇനി കമ്പാഷനേറ്റ് എന്ന് പറയുമ്പോൾ അർത്ഥം ദയുള്ള അല്ലെങ്കിൽ കരുണയുള്ള എന്നൊക്കെയാണ്. കമ്പാഷനേറ്റ് കൊണ്ട് ഇമ്പോർട്ടൻസ് സില്ലിയൊക്കെ നമുക്കറിയാം. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ പറയുന്ന ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഈ പറയുന്ന പരീക്ഷയിൽ ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഓക്കെ, ഇതിൽ 2-3 വൊക്കാബുലറി ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ തെറ്റിച്ചേക്കാം. ബാക്കിയുള്ളതെല്ലാം നമ്മൾ പഠിക്കുന്നതും അപ്പോൾ ഗ്രാമറിലെ ഈ ചോദ്യവും ചിലപ്പോൾ തെറ്റിക്കാതെ എവരി വണ്ണിൽ തുടങ്ങുന്ന ചോദ്യം ചിലപ്പോൾ പലർക്കും സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന നെവറിൽ തുടങ്ങിയിരിക്കുന്ന നെഗറ്റീവ് വേർഡിൽ തുടങ്ങിയിരിക്കുന്നതും സംശയം വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ തെറ്റിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഈ പറയുന്ന LDC അതുപോലെ LPP എക്സാംസിന് വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.